ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റിയിലാണ് സാധനം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വായിക്കാൻ തോന്നാത്തൊരു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ ഫാമിലിയുടെ ബിസിനസ്സാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ബിസിനസ് ഉണ്ട് പൈസക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ. അതായത് യൂട്യൂബിൽ ഇവരൊരു വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ഇവരുടെ ഡ്രസ്സിൻ്റെയോ ആ മാലയുടെയോ ആഭരണങ്ങളുടെയോ ആ അതിൻ്റെയൊക്കെ പരസ്യങ്ങളിടുന്നു. അതിൽ നിന്നും സാധാരണക്കാരായ ആൾക്കാർ കണ്ടിട്ട് പൈസ കിട്ടുന്നു. ഈ സാധനം പണക്കാരായിട്ടുള്ള ആളുകൾക്ക് മേടിക്കാൻ പറ്റും, സാധാരണക്കാരെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. 12,000 രൂപയുടെ സാരി, 17,000 രൂപയുടെ സാരി നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല. കാശുള്ളവർ വന്ന് മേടിക്കുന്നു, അങ്ങനെയും പൈസ കിട്ടുന്നു. ഇങ്ങനെ ഇവർ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അഹാനയും സിന്ധു കൃഷ്ണയും ആ കുടുംബത്തിലുള്ള ദിയ കൃഷ്ണ ഒഴികെ ബാക്കിയുള്ള പെൺപടകളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു സാരി ബിസിനസ് തുടങ്ങി. അവർ വിൽക്കുന്ന സാരിയുടെ പകുതി വിലയ്ക്ക് മറ്റ് പല കച്ചവടക്കാരും വിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അതോടൊപ്പം തന്നെ ദിയയുടെ സ്ഥാപനത്തിലെ പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യം ഈ നമ്മുടെ അഹാനയൊക്കെ തുടങ്ങിയ സാരി ബ്രാൻഡിൻ്റെ ഒരു കോമ്പറ്റീഷൻ പരസ്യം കണ്ടാലോ? കണ്ടുകളയാം. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ അല്ല, ഡിഫറെന്റ് എന്താണ്? സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് എന്താണ്? എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളറല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ബ്ലൗസും അവൈലബിൾ ആണ്. അപ്പൊ അഹാനയുടെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആയെന്നാ കേൾക്കുന്നത്. എന്റെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ വേഗം വാങ്ങിച്ചു പർച്ചേസ്. ഓക്കെ, അപ്പൊ അഹാനെ വെച്ചൊരു കമ്പാരിസൺ പരസ്യമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അഹാന കൊണ്ടുവന്നിരിക്കുന്ന അതേ ഗുണം, നിറം, മണം, രുചി, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട്. സെയിം ബട്ട് ഡിഫറെൻറ്റ്. ഇതാണ് സംഭവം. ഈ ഒരു പരസ്യം കൂടെ വന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അഹാന അല്ലെങ്കിൽ അഹാന ആൻഡ് കമ്പനി വിൽക്കുന്ന സാരികൾ പലയിടത്തായിട്ട് കണ്ടു. ഫ്ലിപ്കാർട്ടിൽ കാണുന്നു, മിന്ത്രയിൽ കാണുന്നു, ഇതേപോലുള്ള ആളുകൾ ചെയ്യുന്നത് കാണുന്നു, മറ്റു പല സാരി ഓൺലൈൻ ബുട്ടീക്കുകൾ ചെയ്യുന്നത് കാണുന്നു. അങ്ങനെ ചിലപ്പോൾ ചംച്ചയാം. ഇനി ഇതും അതും ഒന്നാണോ? ഇവന്മാർ കുമ്പിടിയാണോ എന്നൊരു സംശയം. പക്ഷെ കുമ്പിടിയാണെങ്കിൽ പോലും വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടെ ആര് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ കണ്ട ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാമേ. സാരി എന്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു, അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്. അപ്പൊ അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്. അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
നമ്മൾ അതിനകത്ത് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചൊരു സാധനം അഹാന കൊടുക്കുന്ന അതേ സാരി നമ്മൾ കൊടുക്കുന്നു, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഇട്ടെങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ കാണുന്നവൻ എന്താ ചിന്തിക്കുന്നത്, ആ വീഡിയോയ്ക്കകത്ത് അഹാനയുടെ പേര് നിരവധി തവണ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുന്നിടത്തിന് അഹാനയുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടാണ്, അഹാനയോടുള്ള സെയിം പ്രോഡക്റ്റ് നമ്മുടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ ഞാൻ ഒരിടത്തും ഇത് അഹാനയുടെ സാരി പോലത്തെ സാരിയാണെന്ന് പറഞ്ഞിട്ടില്ല, അഹാനയുടെ ഉള്ള സാരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് കേൾക്കുന്ന ഒരു നോർമൽ ഓഡിയൻസിന് മനസ്സിലാകുന്നത്? നമ്മൾ ഉദ്ദേശിച്ച സാധനം അത് തന്നെയാണ്. അഹാന കൊടുക്കുന്ന അതേ സാധനം ഞാൻ കൊടുക്കുന്നു, സെയിം സാധനം, പക്ഷേ ഡിഫറൻസ് നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ആ സെയിം കളറല്ല ഉള്ളത്, വേറെ കളറാണുള്ളതെന്ന്. നമ്മൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഒരു സാധനം പറഞ്ഞിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ച് കഴിയുമ്പോൾ നീ തെറ്റിദ്ധരിച്ചില്ലേടാ അത് എൻ്റെ തെറ്റാണോടാ എന്ന് ചോദിക്കുന്നത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവർ ഇൻസ്റ്റാഗ്രാം ഈ പോസ്റ്റ് ഇട്ട് ഈ സാധനം പല ആളുകളും എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴത്തേനും ഈ പെൺകുട്ടി കൊടുക്കുന്ന സാരിക്ക് അത്രയും വിലയില്ലല്ലോ, അതേ സാരി കൊണ്ട് അഹാന കൊടുക്കുമ്പോൾ എങ്ങനെ അത്രയും വില എന്നൊരു കമ്പാരിസൺ ആണ് വന്നതെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അഹാന കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ വില നിർണ്ണയിക്കുന്നത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ അവർ പർച്ചേസ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന റോ മെറ്റീരിയലിൻ്റെ വില, ഇവർ റോ മെറ്റീരിയലില്ല ബൾക്കായിട്ടാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ഇവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ വില, ഇവരത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനും അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരി സാരി സ്വന്തമായിട്ട് എടുത്തിട്ടിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ അതേപോലെ അല്ല അഹാനയുടെ ഒരു പ്രൊമോഷൻ വരുന്നത്. വളരെ പ്രൊഫഷണൽ ടച്ചിലാണ് അവരുടെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനവർ ക്യാമറാമാനെ ഹയർ ചെയ്യുന്നുണ്ട്, അവർ ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ട് അവർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാണുന്നൊരു നോർമൽ പരസ്യം എങ്ങനെയാണോ അതേപോലെയാണ് അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. പക്ഷേ ഇന്ന് ഓൺലൈൻ ബുട്ടീക്ക് കാണുന്ന പല ആൾക്കാരും അവർക്ക് കിട്ടുന്ന ലിമിറ്റഡ് സോഴ്സ് ഓഫ് റിസോഴ്സസ് വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ചുള്ള പ്രൊമോഷൻ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രൊമോഷനുള്ള ഡിഫറൻസ് ആണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു പേന അല്ല പോട്ടെ, ഈ ഒരു മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്. ഞാനിത് 1,00,000 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നു, അവൻ 20,000 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. ഈ 1,00,000 രൂപയുടെ ബാക്കി 80,000 രൂപ ലോസ് എടുക്കുമോ? ഇല്ല, കസ്റ്റമറിനെ പടലിക്കോട്ട് അടിച്ചു വെച്ച് കൊടുക്കും. ആ പ്രൊമോഷൻ്റെ ചാർജ്, ഇവർ പോയി സാധനം മേടിക്കാനുണ്ടായ വണ്ടിക്കൂലിയുടെ എക്സ്പെൻസ്, അവിടെ പോയി വന്ന സ്റ്റാഫിൻ്റെ സാലറി, അവിടെ ഉണ്ടായിരുന്നത് ഈ സെയിൽസ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ സാലറി, കടയുണ്ടെങ്കിൽ കടയുടെ റെൻറ്റ്, അല്ല സ്വന്തമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, വൈദ്യുതി, AC ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, മറ്റ് മിസ്ലേനിയസ് ചാർജുകൾ, ഇതെല്ലാം ആ പ്രോഡക്റ്റിനകത്ത് കയറ്റിയിട്ടാണ് നിങ്ങളുടെ പടലിക്കോട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഗവൺമെൻറ്റിൻ്റെ ടാക്സും. അതപ്പോൾ രണ്ട് പേര് രണ്ട് തരത്തിൽ ചെയ്യുമ്പോഴത്തേനും അവർക്ക് പ്രൈസ് കൂടി ഇവർക്ക് പ്രൈസ് കുറയും. വേറൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. സാംസങ്ങിൻ്റെ ഒരു മൊബൈല്, റെഡ്മിയുടെ ഒരു മൊബൈല്, രണ്ടിനകത്തും ഒരേ ആൾക്കാരാണ് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ചുമ്മാ അങ്ങ് വിചാരിക്കും, വെറുതെ അങ്ങ് വിചാരിക്കും. ഇതിൻ്റെ അകത്തും സാംസങ് ഫോൺ വേണ്ട, നമുക്ക് വേറെ എടുക്കാം. ഇവിടെ ഓപ്പോ, ഇവിടെ വിവോ. ഈ ഓപ്പോയ്ക്കകത്തും വിവോയ്ക്കകത്തും ക്യാമറയും സെൻസറും കൊടുക്കുന്നത് സോണി, ഓക്കെ, അല്ലെങ്കിൽ സാംസങ്. ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുന്നത് സാംസങ്. ഇതിൻ്റെ ബാറ്ററി ഇവർ മേടിക്കുന്നത് ഒരേ കടയിൽ നിന്ന്. ഇവരെല്ലാ സാധനവും ഒരേ സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ പോലും ഇവരുടെ ബ്രാൻഡ് വാല്യൂ, ഇപ്പോൾ വിവോയ്ക്കാണ് ബ്രാൻഡ് വാല്യൂ കൂടുതലെങ്കിൽ അവർക്ക് റേറ്റ് കൂടുതലായിരിക്കും, മറ്റവർക്ക് ബ്രാൻഡ് കുറവാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. ആ ബ്രാൻഡിനുള്ള വിലയും കൊടുക്കണം. ഇതേപോലെ പല തരത്തിലാണ് ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഹാന അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അഹാന കൃഷ്ണ അല്ലെങ്കിൽ ആ കൃഷ്ണകുമാർ കുടുംബത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ അതിനകത്ത് ആഡ് ആവുന്നു. കൊള്ള ലാഭമാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും ഇവരുടെ മാർക്കറ്റ് കണ്ടിട്ട് അത് വാങ്ങാൻ ആളുണ്ട്. അത് വാങ്ങാൻ ആളുള്ളിടത്തോളം കാലം അവരെ കുറ്റം പറയാൻ പറ്റുമോ? വാങ്ങുന്നവരെ വേണം പറയാൻ. ഒരു പ്രോഡക്റ്റ് ഇവിടെ 5 രൂപയ്ക്കും കിട്ടുന്നു, അവിടെ 15 രൂപയ്ക്കും കിട്ടുന്നു. 5 വേണ്ട 15ൻ്റെ എടുത്തോ എന്ന് പറയുന്നൊരുത്തനെ നമ്മൾ എങ്ങനെ തിരുത്താൻ പറ്റും? അതെങ്ങനെ കസ്റ്റമറിൻ്റെ തെറ്റാവും? അല്ലെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് MRP, മാക്സിമം റേറ്റ് ഇതാണ്, ഇതിനപ്പുറം വിൽക്കരുതെന്ന് രണ്ടുപേരോടും പറഞ്ഞാൽ ഓക്കെ ഫൈൻ. അവരൊരു പ്രോഡക്റ്റ് അവരുടേതായ ലോഞ്ച് ചെയ്ത് അവരൊരു പ്രൈസിന് വിൽക്കുന്നു, ഇവരൊരു പ്രോഡക്റ്റ് ഇവരുടേതായ ലോഞ്ച് ചെയ്ത് ഇവരുടെ പ്രൈസിന് വിൽക്കുന്നു. അതിനകത്തിപ്പോൾ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? അവർ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും എന്നറിയില്ല. അവർ ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്ന വിലയ്ക്ക് ഞാൻ വിൽക്കും. ഞാൻ ചിലപ്പോൾ ഈ ഒരു ഡിമോട്ട് ഞാൻ ചിലപ്പോൾ 10,000 രൂപയ്ക്ക് വിൽക്കും, ചിലപ്പോൾ 2 രൂപയ്ക്ക് വിൽക്കും, ചിലപ്പോൾ ഞാൻ ചുമ്മാതെയും കൊടുക്കും. എൻ്റെ സ്വന്തം പ്രോഡക്റ്റ് അത് മേടിക്കണോ വേണ്ടേ എന്നുള്ളത് ഈ മേടിക്കാൻ വരുന്ന കസ്റ്റമറിൻ്റെ താല്പര്യമാണ്. അപ്പോൾ കസ്റ്റമർ അമിത ലാഭം, കൊള്ള ലാഭം അടിക്കുന്നൊരുത്തന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ പല പ്രോഡക്റ്റ് എടുത്ത് കമ്പയർ ചെയ്തിട്ട് അവിടെ കൊള്ള ലാഭമാണെങ്കിൽ അവിടെ വേണ്ട, ഈ പാവപ്പെട്ട ഒരാളെ സഹായിക്കാതെ ചിന്തിക്കണം.
അല്ല, എനിക്ക് അവരുടെ ബ്രാൻഡ് വേണം, അഹാനെ പോലൊരു സിനിമാ താരം പ്രൊമോട്ട് ചെയ്ത് വേണം, കൃഷ്ണകുമാറിനെ പോലൊരു പൊളിറ്റീഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള പ്രോഡക്റ്റ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നവൻ വില കൊടുത്ത് മേടിച്ചോട്ടെ. ഇനിയിപ്പം അവർ കൊള്ള ലാഭം എടുക്കുന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതൊരു MRP ഇല്ല, അവരുടെ സ്വന്തം സംരംഭം, അതിനൊരു താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല. വെളിച്ചെണ്ണൊന്നുമല്ലോ താങ്ങുവില ഒന്നും പ്രഖ്യാപിക്കാനായിട്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മേടിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റും. എനിക്ക് കൃഷ്ണകുമാർ അഹാന കൃഷ്ണയുടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. വാങ്ങുന്നവരുടെ പ്രശ്നമാണ് അത്. ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്നൊരു സാരി ബ്രാൻഡ് ഉണ്ടായിരുന്നു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ല, ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ഉണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയും 90 ദിവസം കഴിഞ്ഞിട്ട് 90 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് സാധനം കിട്ടുന്നു. പക്ഷേ 1.5-2 വർഷം കഴിഞ്ഞിട്ട് സാധനം കിട്ടൂ. അത് പരസ്യമായ രഹസ്യമാണ്. ഞങ്ങൾക്ക് തോന്നുമ്പോഴേ ഞങ്ങൾ സാധനം തരും എന്നാണ്, പരസ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ അവരുടെ കയ്യിൽ പോയി സാധനം ഇടും എന്ന് പറഞ്ഞിട്ട് 90 ദിവസമായി സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. അവർക്ക് തോന്നുമ്പോഴേ തരും. അതാണ് അവരുടെ റൂൾസ്, അങ്ങനെയാണ്. പക്ഷേ എന്നാലും ഞാൻ അവിടുന്നേ വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണകുമാർ കുടുംബം ലോഞ്ച് ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റ് ആയാലും അതിന് വില കൂടുതലാണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ അതിനകത്ത് കയറും. അവർക്ക് വേണ്ട ലാഭം അവരതിനകത്ത് വലിച്ചു കയറ്റും. മറ്റവൻ 10 രൂപ എടുക്കുന്നിടത്ത് അവന് 150 രൂപ വേണം, അവന് 150 രൂപ എടുക്കും. പക്ഷേ എനിക്ക് അത് തന്നെ വേണം. മേടിച്ചിട്ട് ഞാൻ പറയും നിങ്ങൾക്ക് കൊള്ള ലാഭമെന്ന് പറയും. മേടിക്കാതിരുന്നാൽ തീർന്നില്ല പ്രശ്നം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ബബിൾ. ബാക്കി വെക്കാം. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ആണ് അങ്ങനെ കണ്ടത്. അവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരി ആണോ, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് അതെങ്ങനെ നിങ്ങളോട് മാത്രം ചോദിച്ചാൽ അറിയാൻ പറ്റും? അഹാനയുടെയിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളിത് ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ്, അഹാനയുടെയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരേപോലെയാണോ? ഇതെങ്ങനെയെന്നുള്ള അഹാനയുടെയുള്ള പ്രോഡക്റ്റ് എന്താ ഇവർക്ക് എങ്ങനെ അറിയാം? അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ അഹാന വന്നിട്ട് പറയും അവരുടെ പ്രോഡക്റ്റ് എൻ്റെയും പ്രോഡക്റ്റ് ഒന്നല്ല, അവർ ഉപയോഗിക്കുന്ന ആ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹാനയോട് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിപ്പൂച്ച അടിച്ചോളൂ, റിപ്ലൈ പോയിട്ട് പോലും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അനാലിസിസ് എടുത്ത് ചെയ്യാനേ യൂട്യൂബ് നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോ. 900 യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ 900 യൂട്യൂബേഴ്സും വന്ന് നിങ്ങളോട് സാരി എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതിനകത്തെ ഡയറക്റ്റ് മെസ്സേജസ് ഉണ്ട്, നിങ്ങളുടെ ഇൻബോക്സ് ഉണ്ട്, തല ഇങ്ങനെ പുകഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ പഴയ ഹാവൽസിൻ്റെ പരസ്യം പോലെ ഷോക്ക് അങ്ങനെ നിൽക്കും. അപ്പം അത് നടപടി ആകത്തില്ല. കാണുന്ന ആൾക്കാർ അവർ അനലൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. ആണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ ഹാനായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല, ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ മെറ്റീരിയലാ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞു ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ ഓർഗാൻസ എന്താന്ന് പോലും അറിയാത്ത ഞാൻ എങ്ങനെ ഇതിനകത്ത് അഭിപ്രായം പറയും? ഞാൻ പറയാം. നമ്മളൊരു പ്രോഡക്റ്റ് കാണുക, എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും എടുത്തോ, ഈന്തപ്പഴം എടുത്തോ, തുണി എടുത്തോ, നിങ്ങളിടുന്ന ബാഗ് എടുത്തോ, നിങ്ങൾ ഉപയോഗിക്കുന്ന കുട എടുത്തോ, ബൈക്ക് എടുത്തോ, എന്തൊരു കുന്തം വേണമെങ്കിലും എടുത്തോ. ഇത് പല വെറൈറ്റികളുണ്ട്. ഇപ്പം സ്റ്റീല് നിങ്ങൾ നോക്കിയാൽ തന്നെ പലതരത്തിലുള്ള സ്റ്റീലുണ്ടാവും. ഫൈബർ പലതരത്തിലുള്ള ഫൈബർ ഉണ്ടാവും. ആട്ടാമാവ് പല ക്വാളിറ്റിയിലുള്ള ആട്ടാമാവ് ഉണ്ടാവും. തുണി പലതരത്തിലുള്ള തുണികളുണ്ടാവും. ഇതെല്ലാം പല ക്വാളിറ്റികളാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി, ഇമ്പോർട്ട് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, ചീത്ത ക്വാളിറ്റി, ഉടായ്പ ക്വാളിറ്റി, വില കൂടിയത്, വില കുറഞ്ഞത്, പല മെറ്റീരിയൽസ് ഉണ്ട്. അതെങ്ങനെ വിലയിരുത്താൻ പറ്റും? അല്ലെങ്കിൽ നമുക്കറിയണം ഇവർ ഇന്ന റോ മെറ്റീരിയൽ ആണെന്ന്. അല്ലെങ്കിൽ ഈ 2 പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഇത് തൊടുമ്പോൾ ഒരു സുഖമുണ്ട്, ഇതത്ര സുഖം, ഇങ്ങനെ നമുക്കറിയാൻ പറ്റില്ല. നമ്മളങ്ങനെ അറിയാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് അത്രയും നോളജ് വേണം. ഒരു കട നടത്തുന്നവരോട് ചോദിച്ചാൽ ഇപ്പം ഇവർ പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. കാണുന്നവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വല്ല നോളജും ഉണ്ടോ? അത്രയും നോളജബിൾ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്താണ്, ഇതെന്ത് തരം ഓർഗാന ആണ് എന്ന് ചോദിച്ചിട്ട് മേടിക്കണം. അന്നേരം സെറ്റാവും. ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസയൊക്കെയും പ്യുവർ ഓർഗാൻസയൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്നു കയറി അങ്ങനൊന്നും പറയല്ലേ. നിങ്ങൾ ഇട്ട് കൊടുത്ത വീഡിയോ അത് തന്നെയാണ്. അഹാനയുടെ ഉള്ള സെയിം സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ചില ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ കളർ ഉണ്ടെന്ന് പറയുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിലയായിരിക്കും ഉദ്ദേശിച്ചത്.
നിങ്ങൾ ഇട്ട് കൊടുത്ത സാധനം അത് തന്നെയാണ്. ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നതാണ് ഈ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അഹാനയുടെ പേര് യൂസ് ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള സാരി, ഇത് സൂപ്പർ സാരി, കിടുക്കാച്ചി സാരി എന്നും പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. അതിന് പകരം അഹാന കൊണ്ടുവന്ന അതേ സാരി എൻ്റെ കയ്യിലുണ്ട്, അഹാനയുടെ സ്റ്റോക്ക് ഔട്ടാണ്, അഹാന ഇപ്പോൾ അത് തീർന്നു വിട്ട് എൻ്റെ അടുത്ത സാധനമുണ്ട്, അഹാന കണ്ട് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാണ്, അഹാന കൊണ്ടുവന്നപ്പോഴല്ലേ ഞാൻ കൊണ്ടുവന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അഹാന എന്നൊരു ബ്രാൻഡിനെയാണ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത്. അഹാനയുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുമ്പോൾ ഒരുത്തൻ അഹാനയുടെ ഉള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ ഉള്ള പ്രോഡക്റ്റ് എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അതിനകത്തെ പ്രശ്നം എന്താണ്? ഓക്കെ, ഇത് ഒരു പ്രശ്നം. ഈ അഹാനയുടെ തുണിക്കട, ഇവരുടെ തുണിക്കടയിൽ റേറ്റ് ക്രമാതീതമായി എന്തോ ഒരു സാധനം, ആ സാധനത്തിൽ വർദ്ധിച്ചു ഉള്ള വിലയിലാണ് അവർ വിൽക്കുന്നത്. ഇത്ര ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സാധനം വാങ്ങണ്ട. അത് ഓവർ പ്രൈസ്. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? നിങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുക, പല പ്രോഡക്റ്റുകൾ കമ്പയർ ചെയ്ത് നോക്കുക, അവരുടെയും ഇവരെ നോക്കുക, ഇവരുടെ തമ്മിൽ പ്രൈസ് കമ്പയർ ചെയ്യുക, പല സാധനം കമ്പയർ ചെയ്തിട്ട് മേടിക്കാനുള്ള ബോധവും സമയമുള്ളവൻ അങ്ങനെ മേടിക്കട്ടെ. അങ്ങനെ ബോധവും സമയമില്ല, എനിക്ക് അഹാനയുടെ പ്രോഡക്റ്റ് മതി, അഹാനയുടെ പ്രോഡക്റ്റിന് ഒരു 50,000 രൂപ കൂടുതൽ കൊടുക്കാൻ റെഡി, അങ്ങനെ മേടിച്ചോട്ടെ. ഇപ്പം അവർ കൊള്ളപ്പലിശ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് MRP ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് സാധനം വിറ്റാലും അതിന് ഭയങ്കര വില കൂടുതലാണ്. എന്തൊരു സാധനം വിറ്റാലും അതിന് വില കൂടുതലാണ്. അങ്ങനെ ദിയ കൃഷ്ണയുടെ OBOCയിലേക്ക് വരുമ്പോൾ 65 ലക്ഷം രൂപയോളം മോചനം പോയത് അവരറിയാതൊരു വിഷയം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ നമ്മളിങ്ങനെ പേഴ്സ് തുറക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ എൻ്റെ പേഴ്സിൽ ഒരു 50 രൂപ ഉണ്ടായിരുന്നത് എവിടെ പോയി, ഇനി കളഞ്ഞു പോയോ എന്ന് ചോദിക്കുകയും നെഞ്ചത്തൊരു പട്ടപ്പട്ട ഉണ്ടാവുകയും ചെയ്യും. ഒരു 50 രൂപ എന്ന് പറയുന്നത് നമുക്ക് അത്ര വലുതാണ്, ഒരു 100 രൂപ എന്ന് പറയുന്നത് നമുക്ക് അത്ര വലുതാണ്. 65 ലക്ഷം രൂപ ആ സ്ഥാപനത്തിൽ നിന്നും 2-3 പേര് ചേർന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് അവരറിഞ്ഞില്ല. കസ്റ്റമർ വന്നിട്ട് ഈ QR കോഡ് എന്ന് പറയുമ്പോഴാണ് അറിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ അത്ര അധികം പൈസ അവരുടെ കയ്യിലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു 1 ലക്ഷം രൂപയുണ്ട്, അതിൽ നിന്നൊരു 2 രൂപ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. അതേസമയം എൻ്റെ ഒരു 5 രൂപയുള്ളൂ, അതിൽ നിന്നൊരു 2 രൂപ പോയി ഞാൻ അറിയത്തില്ലയോ. ഓക്കെ, ഇനി ആ സ്ഥാപനത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വീണ്ടും ഇപ്പോൾ പൊങ്ങി വരുന്നു. പൂജ ഹിയർ എന്ന് പറയുന്ന ചാനലിലാണ് അത് വന്നത്, നമുക്കൊന്ന് കേൾക്കാം. കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എൻ്റെ ഫിയാൻസിയും കൂടെ അതേ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പോൾ ഇവരുടെ പേജിൽ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടുന്നുള്ളത്. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കമ്പനി കൺസൾട്ട് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. പോയിന്റ് നമ്പർ 1, ഈ പറയുന്ന കഥ ഇപ്പോഴത്തെ കഥയല്ല. നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം, പഴയ കഥ. അതായത് ഈ ഉഡായിപ്പ് സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്തെ കഥയായി പറയുന്നത്. ആ സമയത്ത് ഇവർ ആ കടയിൽ ചെന്നു. ഫോട്ടോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരിടത്തും ഒരു പ്രോഡക്റ്റും കിട്ടത്തില്ല. ഫോട്ടോ ഇട്ട് അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് എഡിറ്റ് ചെയ്ത് കളർ ഗ്രേഡിങ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫോട്ടോ ഇവന്മാരെടുത്തിട്ട് വിളമ്പുന്നത്. ആരായാലും ഏത് സ്ഥാപനമായാലും, അങ്ങ് കൊമ്പത്തേക്ക് സ്ഥാപനം മുതൽ തുക്കട സ്ഥാപനം വരെ അതിൻ്റെ കളർ ഗ്രേഡ് ചെയ്ത് ഭംഗിയാക്കി എഡിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വിളമ്പുന്നത്. ആ സാധനം അതേപോലെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല, അത് കൺഫേംഡ് ആണ്, കിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്തെ കഥയാണ് ഇപ്പം പറയുന്നത്. ഇപ്പം എനിക്ക് പൂജയോട് ചോദിക്കുന്നത് അത് ഇപ്പോൾ കുത്തിപ്പോക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഇട്ട വീഡിയോ ആണ്, നമുക്ക് കേൾക്കാം. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനമായിരുന്നു വരുന്നത്. എൻ്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലെ ഒരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പോൾ ആദ്യം ഒരു പീസ് എടുത്താൽ ഇതായിരിക്കും കുറച്ച് ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. നേരെ നല്ലത് കാണുന്നില്ല. അങ്ങനെ നേരെ ചോദിച്ചപ്പോൾ എടുത്തുതരാൻ വയ്യ, അത് മെയിൻ കാര്യം. പിന്നെ എങ്ങനെയൊക്കെ എടുത്തത് അത് നോക്കിയപ്പോൾ അതും ഇതേപോലെ തന്നെ കുറേ ബസ്സിൽ കുറേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് മൊത്തവും ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാലേ ഒരു ലോക്കൽ തോന്നും. ദിയയുടെ കടയിലെ ഒരു സാധനത്തിനും ക്വാളിറ്റി ഇല്ല, പ്രോഡക്റ്റ് കൊള്ളൂല്ല, മഞ്ഞ കളറുണ്ട്, അതിന് സ്റ്റാഫിന് എടുത്തു തരാൻ താല്പര്യമില്ല. ഇത് എപ്പോഴത്തെ കഥയാണ്? തലതെറിച്ച 3 സ്റ്റാഫ് ഉണ്ടായിരുന്നപ്പോൾ സാധനം അത് നമുക്കറിയാം. അന്നേരം അങ്ങനെയായിരുന്നു, നമുക്കെല്ലാം മനസ്സിലായി. അന്നേരത്തെ കസ്റ്റമർ ഇഷ്യൂസ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കൂ. ഇവരുടെ പ്രോഡക്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങാതിരിക്കൂ. നാട്ടിൽ ദിയ കൃഷ്ണ മാത്രമല്ല ഇങ്ങനത്തെ ജ്വല്ലറീസ് വിൽക്കുന്ന കട. ഈ കേരള മഹാരാജ്യത്ത് അഹാന കൃഷ്ണ മാത്രമല്ല ഓൺലൈൻ ബൊട്ടിക്ക് തുടങ്ങിയിട്ട് ആ സാരി വിൽക്കുന്നത്. ഒരു കമ്പനി ഇപ്പം അവർ സ്വന്തമായിട്ടൊരു ഡിസൈനറെ വെച്ച് ഡിസൈൻ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ അത് അവരുടെ മാത്രമേ കാണത്തുള്ളൂ. അവരെങ്ങണ്ടെന്ന് പോയി ഇപ്പോൾ ഈ ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം എങ്ങണ്ടെന്ന് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ട് കൊണ്ടു നടന്നങ്ങ് വിൽക്കുകയാണ്. അപ്പോൾ ആ സിമിലർ പ്രോഡക്ട്സ് പലയിടത്തും കിട്ടും.
നിങ്ങളെ ഗൂഗിൾ ലെൻസ് ഇല്ലയോ, ഈ പ്രോഡക്റ്റ് ആ ഗൂഗിൾ ലെൻസിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടും എന്നുള്ളത് ഗൂഗിൾ ലെൻസ് കാണിച്ചു തരും. നിങ്ങൾ അവിടെ പോയി കമ്പയർ ചെയ്ത് കസ്റ്റമർ റിവ്യൂ നോക്കി റേറ്റിംഗ് നടത്തി നിങ്ങൾ മേടിക്കുക. അഹാനയുടെ നിന്ന് മേടിക്കുകയും വേണം, അല്ലെ ദിയയുടെ നിന്ന് മേടിക്കുകയും വേണം, അന്നാ കുറ്റം പറയുകയും വേണം. അവരുടെ അടുത്തുള്ളത് പ്രശ്നമാണ്. അവരുടെ അടുത്തുള്ളത് പ്രശ്നമാണ്. റേറ്റ് കൂടുതലാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവർ അഹങ്കാരപരമായിട്ട് പെരുമാറും, അവരുടെ അടുത്തൊന്ന് സാധനം മേടിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പതയ്ക്ക് വിളിക്കും, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനവിടുന്ന് മേടിക്കണം? ഡൈ ഹാർഡ് ഫാനാണ്, എനിക്ക് അവിടുന്ന് തന്നെ വേണമെന്നുള്ളവ മേടിക്കുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവ മേടിച്ചിട്ട് പിന്നെ അയ്യോ അത് കൊള്ളത്തില്ല കേട്ടോ, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന്. പക്ഷേ ഞാൻ പ്രശ്നമെന്ന് വിചാരിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നീ പിന്നെ എന്തൊരു പുല്ലിനെ മേടിക്കാൻ പോയേ? അന്നങ്ങനെയായിരുന്നു. നമുക്ക് കൂടുതൽ ടൈമോടെ നിൽക്കാൻ പോലും തോന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇല്ല നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ തന്നെ എടുക്കാതിരുന്നത്. എല്ലായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാണ് പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റാഫൊന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ലേ, ജാമ്പുവനത്തെ കാലത്തേക്ക് കഥയുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തോന്നുന്നു നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റുന്നില്ല. ആകെ ഇപ്പോൾ തോന്നുന്നത് നിലവിൽ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾക്കതാ അവരുടെ പ്രോഡക്റ്റ് വില കൂടുതലാണെന്നുള്ളത് സത്യമാണ്, പരസ്യമായ രഹസ്യമാണ്. എല്ലാവർക്കും അറിയാം അവരുടെ അടുത്ത പ്രോഡക്റ്റിന് വില കൂടുതലാണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ വരെ അതിനകത്ത് തള്ളിക്കയറ്റുന്നുണ്ട്. അവർ അല്ലെങ്കിൽ തന്നെ അവർ റേറ്റ് കൂടുതലാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇന്നലെ ഉഗണ്ടയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും അമേരിക്ക വഴി കയറി അവിടെ നിന്നൊന്ന് പോളിഷ് ചെയ്തിട്ട് ആഫ്രിക്കയിലെ കടലിലൊന്ന് മുക്കിയിട്ടെടുത്ത് വെച്ചതാണ് പറയും. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആണെന്ന് അറിയാം, പക്ഷെ ഞാൻ അതേ മേടിക്കൂ എന്നിട്ട് ഞാൻ കുറ്റം പറയും. ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാതിരിക്കുക. അവർ സാരി വിൽക്കുന്നത് കൊള്ള ലാഭത്തിനാണ്. ഇത്രയും നാൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവർ വില കൂടുതലാണ്. യവൻ 10,000-ന് വിൽക്കുന്നതാണ്, അവർ 17,000-ന് വിൽക്കുന്നത്. നമുക്ക് മനസ്സിലായില്ലയോ? എന്നാൽ പിന്നെ 10,000-ന് സാരി തപ്പിപ്പോ. ഇല്ല, എനിക്ക് അവരുടെ 17,000-ൻ്റെ സാരി തന്നെ വേണം. മേടിച്ച് കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞിട്ട് വിചാരിച്ചൊരു എക്സ്പെക്ടേഷൻ വന്നില്ല, ഇതിന് ഭയങ്കര വില കൂടുതലെന്ന്. അത് അവരുടെ തെറ്റല്ല, അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് അവരുടെ തെറ്റല്ല, അവരുടെ മാത്രം തെറ്റല്ല. ഇപ്പോഴാണ് കറക്റ്റ്, അവരുടെ മാത്രം തെറ്റല്ല. അത് മേടിക്കുന്ന, അതിന് വളം വെച്ച് കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും തെറ്റാണത്. എന്തിനു മേടിക്കണം? നിങ്ങൾ പോത്തീസിൽ പോയി ഇഷ്ടംപോലെ സാധനം കിട്ടും. പോത്തീസിൻ്റെ പരസ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ കൊല്ലത്തൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും മേടിച്ച സാധനം പോട്ടെ. അങ്ങനെ അതായത് എവിടെയെങ്കിലും പോയി മേടിക്കുകയേ. ധൈര്യം പറയാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റാണ്. ബൈ.